ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. വേൾഡ് കപ്പിലേക്കുള്ള ദൂരം ഇപ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓരോ ടീമുകളും തങ്ങളുടെ സ്ക്വാഡുകൾ പ്രഖ്യാപിക്കുന്ന തിരക്കിലാണ് ഇപ്പോൾ ഉള്ളത്. യൂറോപ്യൻ കരുത്തരായ നെതർലാൻഡ്സിനെ എല്ലാവരും ഉറ്റുനോക്കുന്നു. കാരണം കഴിഞ്ഞ വേൾഡ് കപ്പിലൊക്കെ നല്ല പോരാട്ട വീരത്തോടുകൂടി കളിച്ച ടീമുകളിൽ ഒന്നാണ് ഹോളണ്ട്. അവരുടെ പരിശീലകൻ അത് നിലവിൽ റൊണാൾഡ് കൂമാനാണ്. ഏതായാലും വേൾഡ് കപ്പിനെ കുറിച്ച് കൂമാൻ ഇപ്പോൾ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ വേൾഡ് കപ്പ് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അതായത് ക്ലിയർ ഫേവറേറ്റുകൾ ഇവിടെ ആരുമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. കിരീടത്തിന് വേണ്ടി നല്ല ഒരു ഫൈറ്റ് നടക്കും. എല്ലാ ടീമുകളും ഏറെക്കുറെ ശക്തമാണ്. അങ്ങനെ ഏതെങ്കിലും ഒരു ടീമിന് വലിയ ഒരു മുൻതൂക്കം ഇവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ വേൾഡ് കപ്പ് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്നാണ് റൊണാൾഡ് കൂമാൻ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: വേൾഡ് കപ്പിലെ ഫേവറേറ്റുകൾ എന്നുള്ളത് എപ്പോഴും ഏറെക്കുറെ ഒരേ ടീമുകൾ തന്നെ ആയിരിക്കും. ഫ്രാൻസും സ്പെയിനും വളരെയധികം കരുത്തരാണ്. ഇംഗ്ലണ്ട്, അർജന്റീന, ബ്രസീൽ എന്നിവരൊക്കെ ഫേവറേറ്റുകളാണ്. ഇത് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയ ഒരു വേൾഡ് കപ്പ് ആയിരിക്കും. കാരണം ഇവിടെ ക്ലിയർ ഫേവറേറ്റുകളില്ല. എല്ലാവരും ഒരുപോലെ ശക്തരാണ്. എല്ലാവർക്കും ഒരുപോലെ സാധ്യതകൾ ഉണ്ട്. ഇതാണ് റൊണാൾഡ് കൂമാൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. തൻ്റെ ടീമിന്റെ സാധ്യതകളെ കുറിച്ച് അദ്ദേഹം സംസാരിച്ചിട്ടില്ല. അതായത് വേൾഡ് കപ്പിലെ വലിയ ഫേവറേറ്റുകളായിക്കൊണ്ട് ഹോളണ്ടിനെ അദ്ദേഹം ഇപ്പോൾ പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ്. ഏതായാലും വേൾഡ് കപ്പിലെ ആദ്യ മത്സരത്തിൽ ജപ്പാനാണ് നെതർലാൻഡ്സിന്റെ എതിരാളികൾ. അത് നല്ല ഒരു പരീക്ഷണം തന്നെയായിരിക്കും. പിന്നീട് സ്വീഡൻ, ടുണീഷ്യ എന്നിവരാണ് ഗ്രൂപ്പ് ഘട്ടത്തിൽ അവരുടെ എതിരാളികളായി കൊണ്ടുവരുന്നത്. ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം.